ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഹൈലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു ഹൈലൈറ്റ് സെക്ഷനിലോട്ട് നമുക്ക് കൂടുതൽ ഫോട്ടോസ് അല്ലെങ്കിൽ സ്റ്റോറീസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി ഉള്ള ഫേസ്ബുക്ക് ഹൈലൈറ്റ്സ് കളക്ഷനിലോട്ട് എങ്ങനെ കൂടുതൽ ഫോട്ടോസും അല്ലെങ്കിൽ സ്റ്റോറീസും ഒക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പേര് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനൊരു ഹൈലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലോട്ട് കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫോട്ടോസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു 2 ഫോട്ടോസും സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതെൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസ് ആണ്. കൂടുതൽ ഗാലറിയിലുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ സി ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് സ്റ്റോറിയാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറീസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. സ്റ്റോറീസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു സ്റ്റോറി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഗാലറി എന്നുള്ള ഒരു ഫോട്ടോയും സെലക്ട് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം 2 പിക്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ഫോട്ടോസും കൂടി അതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അതിൽ ഒന്ന് സ്റ്റോറിയും ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഓൾറെഡി ഉള്ള ഫേസ്ബുക്ക് ഹൈലൈറ്റ് കളക്ഷനിലോട്ട് പുതിയ ഫോട്ടോസും സ്റ്റോറീസും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.